വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ JDU. ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു ചാടിയാണ് നിതീഷ് BJP നേതൃത്വത്തിലുള്ള NDAയുടെ ഭാഗമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് JDU. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ബീഹാറിൽ സീമാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് NDAയിലെ മറ്റു സഖ്യകക്ഷികളും. ബീഹാറിൽ മുസ്ലിം വോട്ട് നിർണായകമായ മണ്ഡലങ്ങളിൽ NDAയ്ക്ക് വേണ്ടി JDU സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിനിടെ നിതീഷിനെയും പാർട്ടിയും വെട്ടിലാക്കി AIMIM നേതാവ് അസറുദ്ദീൻ ഉവൈസി രംഗത്തു വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശങ്ങളെക്കുറിച്ച് നിതീഷ് കുമാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഒവൈസി ആവശ്യപ്പെട്ടത്. രാജ്യത്ത് വർഗീയ കലാപമുണ്ടായാൽ മോദിയായിരിക്കും ഉത്തരവാദിയെന്നും ഉവൈസി പറഞ്ഞു. ബീഹാറിൽ 2,37,00,000 മുസ്ലിം ജനസംഖ്യ. മോദി മുസ്ലിം വിരുദ്ധ പ്രസ്താവന ആവർത്തിച്ച് പറയാൻ തുടങ്ങിയതോടെ JDU സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ട്. മുസ്ലിം ജനത മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ ഗ്യാരണ്ടിയിൽ വിശ്വാസമർപ്പിച്ച് ഭയരഹിതമായി വോട്ട് ചെയ്യണമെന്നാണ് JDU വക്താവ് തഹ്സീൻ നദീം ബീഹാർ ജനതയോട് അഭ്യർത്ഥിച്ചത്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കായി ഏറെ പദ്ധതികൾ നിതീഷ് സർക്കാർ നടപ്പാക്കുന്നുണ്ടെന്നും തഹ്സീൻ ഓർമ്മിപ്പിച്ചു. നരേന്ദ്രമോദി നിലപാട് കടുപ്പിച്ചത് ബീഹാറിൽ ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് സഖ്യകക്ഷികളായ JDUവും LJP രാംവിലാസ് വിഭാഗവും. ഇത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരുമെന്നും NDA സഖ്യകക്ഷികൾ ഭയക്കുന്നുണ്ട്. RJDയുടെ യാദവ മുസ്ലിം വോട്ട് ബാങ്ക് ശക്തിപ്പെടാൻ മോഡിയുടെ പരാമർശങ്ങൾ സഹായകമാവുമെന്നാണ് പാർട്ടികളുടെ ആശങ്ക. ബീഹാറിൽ 40 NDA സ്ഥാനാർത്ഥികളിലെ ഏക മുസ്ലിം കിഷൻഗഞ്ചിലെ JDU സ്ഥാനാർത്ഥി മുജാഹിദ് ആലമാണ്. ഇന്ത്യ സഖ്യത്തിൽ RJDയും കോൺഗ്രസും 2 സീറ്റുകളിൽ വീതം മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജനത്തിൽ സിംഹഭാഗവും സ്വന്തമാക്കിയത് RJDയാണ്. ബീഹാറിലെ 40 സീറ്റുകളിൽ RJD 20, കോൺഗ്രസ് 9, CPI-ML 3, CPI 1, CPM 1 എന്നിങ്ങനെയാണ് മത്സരിക്കുന്നത്.